ഭരണം മാറിയതിന് പിന്നാലെ പഴയ കേസുകളെല്ലാം പൊടി തട്ടി എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പം രക്ഷാപ്രവർത്തന സമയത്തെ കേസ് പൊടി തട്ടി എടുക്കുന്നു, കാഫിർ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലും അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ആക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ചില പ്രത്യേക രീതിയിലൊക്കെ വന്ന് ചില നടപടിക്രമങ്ങൾ നടത്താൻ നമ്മൾ അന്ന് വിഷയിൽ കണ്ടതാണത്. അതിലും കേസെടുക്കാൻ ഏതാണ്ട് ഉത്തരവായിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം ഇൻഡിഗോ വിമാനത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ഫർസീൻ മുഹമ്മദ് എന്തായിരുന്നു അയാളുടെ പേര്? കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വിമാനത്തിൽ ഇൻഡിഗോ വിമാനമായിരുന്നു. അപ്പോൾ ഈ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് പിന്നെ ചിറ്റപ്പനും ഈ പറയുന്ന പിണറായി വിജയനും എല്ലാം കയറുന്നു വരുമ്പോഴാണ് ഈ യുവാക്കൾ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിച്ചു. ആ സമയത്ത് യുവാക്കളെ ഇവര് മർദ്ദിച്ചു. ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ആണോ ഇപ്പോഴാണോ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ തന്നെയാണ്, അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമാനും. എനിക്ക് ഈ അനിൽ കല്ലിയൂരാണോ എന്നറിയില്ല, അപ്പൊ ഇ.പി. ജയരാജനും ചേർന്ന് മർദ്ദിച്ചു. പക്ഷെ അതിനകത്ത് ശരിക്കും അന്ന് ചർച്ചയായി പോയൊരു കാര്യം, ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്തു അല്ലേ? ഏവിയേഷൻ നിയമം വരെ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്ത് അവരെ വധശ്രമത്തിനുള്ള കേസ്. നമുക്ക് ഓർമ്മയുണ്ട് ആ വിഷയം. ഇപ്പോൾ ആ വിമാനത്താവളത്തിന്റെ കോണിപ്പടിയുടെ താഴെ വിമാനത്തിന്റെ ആ എയർപോർട്ടിൽ വിമാനത്തിന്റെ ആ ഏണിപ്പടിയുടെ താഴെ ഇങ്ങനെ യുവാക്കളെ പിടിച്ച് ഒരു ബലം പ്രയോഗിച്ചോടെ ഇരുത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, അത് മുഖ്യമന്ത്രി ആക്രമിച്ച് കൊല്ലാനുള്ള ശ്രമം എന്നുള്ളതായി. ഇത് സത്യത്തിൽ ഇവര് പ്ലാൻ ചെയ്ത് കയറിയതല്ല ആയിരുന്നു. അല്ല തോന്നുന്നു. കരിങ്കൊടി കാണിക്കാൻ വേണ്ടി 10,000 രൂപ രണ്ടുപേരെ ടിക്കറ്റ് ചാർജ് മുടക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ശരി, അന്ന് ഈ വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. അവസാനം അത് വധിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ അതിനകത്ത് ഏവിയേഷൻ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാലും വലിയ തോതിലുള്ള ശിക്ഷ നടപടികളൊക്കെ വരും. പെർമനന്റ് അവർക്ക് വിലക്കൊക്കെ വരും വിമാനത്തിൽ സഞ്ചരിക്കാനും. എന്തൊക്കെ ഒരുപാട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത്. ഈ വിഷയത്തിന്റെ പേരിൽ ജയരാജന് വിലക്ക് വന്നില്ലേ ഇൻഡിഗോയിൽ? ജയരാജൻ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് കുന്തം വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. അതെ, ഇൻഡിഗോയിൽ വിലക്ക് വന്നാണ്. ജയരാജന് വിലക്ക് വന്നു. ജയരാജൻ ഇനി മേലാൽ ഈ ഇൻഡിഗോ നശിച്ച് നോഴിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു ട്രെയിനിൽ കയറി പോകുന്ന വിഷ്വലൊക്കെ എല്ലാവരും ചാനൽ. പക്ഷെ പിന്നെ പുള്ളി ഫ്ലൈറ്റിൽ കയറി. പിന്നീട് പുള്ളി ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ അന്നത് വലിയ കോമഡി ആയിട്ട് മാറി. പാവമാണ് ഇങ്ങനെ കാണുന്നത്. ചില നേരങ്ങളിൽ സാധുവാണ്, വികാരാധീനം. താരതമ്യേന പാവമാണ്. ആ തണ്ടും തടിയും ഉണ്ട്. പിന്നെ ഒരു ശരീരത്ത് കയറിയ ഒരു ഉണ്ടയും, ആ വെടിയുണ്ട, അതും എല്ലാം കൂടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പം എന്താണെങ്കിലും ശരി, ഈ ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ്. അതെ, അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം പോലീസ് എഴുതി കൊടുത്ത റിപ്പോർട്ട് തള്ളി കോടതി. പോലീസ് കൊടുത്ത റിപ്പോർട്ട് അത് എയർപോർട്ട് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ? ശംഖുമുഖം പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അത് അന്ന് പിണറായിയുടെ ഭരണകാലം എതിരെ ആര് എതിർത്താലും രാജാവിൻ്റെ കിങ്കരന്മാർ ഇടിച്ചു പറിച്ച് ചൂട്ടിക്കൂട്ടി അകത്ത് കൊണ്ടുപോയി ഇടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാലാവസ്ഥ. അപ്പോൾ എനിക്കത് സ്വകാര്യ അന്യായമാണെന്ന് തോന്നുന്നു. ഈ യുവാക്കൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചതേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് മർദ്ദനമേറ്റു. ഏതായാലും കഴുത്ത് പിടിച്ച് തിരിച്ചു പറയാത്ത ഭാഗ്യമായെന്നാണ് പറയാൻ. അന്നത്തെ ദിവസം അന്ന് ഇത്രയും പുരോഗമിച്ചിട്ടില്ല, അന്ന് ഇത്രയും ബുദ്ധി വെച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ കാഞ്ഞ ബുദ്ധിയൊക്കെ. കാരണം എന്ത് കാണിച്ചും ഭരണത്തിൽ നിലകൊള്ളണമായിരുന്നു. എന്തായാലും ഈ ജയരാജനും ഈ ഗൺമാനും എല്ലാം ചേർന്ന് യുവാക്കളെ നന്നായിട്ട് തല്ലിയെന്ന് തോന്നുന്നു. സാധ്യതയുണ്ട്. അവരെ ഇരിപ്പുണ്ടാകും. നമുക്കറിയാം വിമാനത്തിൽ നിന്ന് അവരെ പുറത്തിറക്കി ഇരുത്തിക്കുന്ന ഇരിപ്പുണ്ടാകും. അവർ മർദ്ദിച്ചിട്ടുണ്ട്. ഈ വിമാനത്തിൽ കരിങ്കൊടി കാണിക്കുന്ന ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? വിഷ്വല് വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷ്വല് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോഴും ഈ പറഞ്ഞ പോലെ കരിങ്കൊടി കാണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. അതും പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിന് ശേഷമല്ലേ കാണിച്ചു? അതെ, ഇറങ്ങുമ്പോഴാണ് വെച്ചല്ല, പറക്കുന്ന സമയത്തല്ല. അല്ല, വിമാനത്തിനകത്താണ് അവർ കാണിച്ചു. പക്ഷേ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷമാണ് അവര്. അതായത് പറക്കുന്ന സമയത്തല്ല. ഇനി അഥവാ പറക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഇത് വലിയ കുറ്റകൃത്യമാണ്. അവരേതായാലും അത്രയും വലിയൊരു മണ്ടത്തരം അന്നേരം കാണിച്ചില്ല. വിമാനം നിർത്തി എല്ലാവരും ഇങ്ങനെ പടിപടിയായിട്ട് ഇറങ്ങുന്നതിനിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ ഈ കരിങ്കൊടി കാണിച്ചിരുന്നു എന്നാണ് അന്നത്തെ ആ ഒരു വിഷ്വലിൽ നിന്നുള്ള എൻ്റെ ഒരു ഓർമ്മ. മുഖ്യമന്ത്രി വിമാനത്തിൽ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു എന്നാണ്. രണ്ടുപേരല്ലേ ഉള്ളത്? അതെ, രണ്ടുപേരും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഗുരുതരമായ വകുപ്പുകൾ വധശ്രമം ഉൾപ്പെടെ ചുമത്തി റിമാൻഡ് ചെയ്തു. ഒപ്പം ഇവർ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ കടുത്ത വകുപ്പ്, വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വകുപ്പ് കൂടി വന്നത്.
അപ്പോൾ അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഇവർക്കത്, പക്ഷേ ഈ യുവാക്കളുടെ പരാതിയിൽ അന്ന് തന്നെ എയർലൈൻ കമ്പനി നടപടി എടുത്തിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി. അല്ല, ഈ വിമാനത്തിലെ ജീവനക്കാർ കണ്ടാണല്ലോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. വിമാനത്തിലെ എയർ ഹോസ്റ്റസ് ഒക്കെ ഉള്ളതല്ലേ, അവർ ക്യാബിൻ ക്രൂ കണ്ടു കാണും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതെന്ന്. എന്നിട്ട് നമുക്കറിയാലോ അന്ന് ആരെന്ത് പറഞ്ഞാലും ഇവർ തീരുമാനിക്കും ആരെ പേരിൽ കേസെടുക്കണം, ആരെ ജയിലിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അന്നേരം കേസല്ലേ. അപ്പോൾ അന്ന് സംഭവം ഉണ്ടാകുന്നു, അപ്പോഴേ പി ശശി ഇടപെടുന്നു, കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയാണ് വന്നത്. ഏതായാലും പി ശശി ഇപ്പോൾ കേസ് കൊടുക്കാൻ പോയിരിക്കുകയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹം വക്കീൽ സംഘത്തിൽപ്പെട്ട ഒക്കച്ചങ്ങായിക്കെതിരെയാണ് മൊത്തത്തിൽ കുഴപ്പമാണ്. അൻവർ ഇറങ്ങി ചീത്ത വിളിക്കുന്നു. അൻവറിനെതിരെ ശശി കേസ് കൊടുത്തായിരുന്നല്ലോ. അൻവറിനെതിരെ ശശി കേസ് കൊടുത്തു. ആദ്യം വക്കീൽ നോട്ടീസ് അയച്ചു, മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. അൻവർ പറഞ്ഞില്ല. മാപ്പ് ജയൻ പറയൂല എന്ന് പറയുന്ന പ്രശസ്തമായ ഡയലോഗ് പോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശശിയുടെ മാപ്പ് ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 1 കോടി രൂപയുടെ കേസ്, മാനനഷ്ട കേസ് പി ശശി അൻവറിനെതിരെ കൊടുത്ത് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പി ശശി CPM-ന്റെ അന്തകൻ എന്ന് പറഞ്ഞു. കാരണം പി ശശിക്ക് വെള്ളാപ്പള്ളിയോട് കലിപ്പുണ്ടായിരുന്നു. അത് കാരണം വെള്ളാപ്പള്ളിക്കെതിരായ ഒരു കേസ് അയാൾ ചവിട്ടിപ്പിടിച്ചു വെച്ചു. അയാളാണ് ഈ സർക്കാരിൻ്റെ തോൽവിക്ക് കാരണം പിണറായി വിജയൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് കലിപ്പായത്. അദ്ദേഹം അത് കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കേസ് കൊടുത്തില്ല, വക്കീൽ നോട്ടീസ് അയച്ചു. വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി അതൊന്നും പറയത്തില്ല, ഇത് കേസായി മാറത്തേ ഉള്ളൂ. ഡിഫമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത്. പത്രസമ്മേളനത്തിൽ അയാളെ വളരെയധികം അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അയാൾ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, ഇതുവരെ പാർട്ടിക്കാർ പറയാൻ കൂട്ടാക്കാത്ത ഒരു യാഥാർത്ഥ്യം ഒരാൾ ആദ്യമായിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഇത് ഈ ഒരു അച്ചുതണ്ടിനകത്തു നിന്നാണ് ഇത്. അതൊന്ന് ഓർത്തോണം. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എല്ലാവരും ഒക്കെ ചങ്ങായിമാരായിരുന്നു. ആരൊക്കെയാണ്? പിണറായി വിജയൻ, പി ശശി, MR അജിത്കുമാർ, PV അൻവർ, വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇതിലെല്ലാം ഓരോരുത്തർ ഓരോ മൂലക്കടിഞ്ഞു. ഏറ്റവും അവസാനം പണി കിട്ടിയത് പിണറായി വിജയനാണെന്നേ ഉള്ളൂ. ഏറ്റവും ആദ്യം പണി കിട്ടിയത് PV അൻവറിനാണ്. PV അൻവറിന്റെ പുറകെ ഇയാൾക്ക് കിട്ടി. ആർക്കാ? ഈ MR അജിത്കുമാറിന് കിട്ടി. അതിനുശേഷം വെള്ളാപ്പള്ളിക്കായി പണി, ശശിക്കും പണിയായി. ഏറ്റവും അവസാനം പിണറായി വിജയനും ഇറങ്ങിപ്പോയി. ഇത് അതിനകത്ത് ഈ പറയുന്ന പോലെ അസത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. ഈ പി ശശിയും ADGP MR-ഉം ഈ പറയുന്ന അൻവറും എല്ലാം ചേർന്ന് ഈ നാട് കുട്ടിച്ചോറാക്കാൻ നടത്തിയ ശ്രമങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ മറുനാടനെ ഉൾപ്പെടെ ഇവർ റെയ്ഡ് ചെയ്തു. അത് നിയമവിരുദ്ധമായ രീതിയിൽ റെയ്ഡ് ചെയ്തു. ഇതേ നിയമവിരുദ്ധത ഇവരെല്ലായിടത്തും കാണിച്ചു. ആ നിയമവിരുദ്ധതയുടെ ഇരകളായിരുന്നു ഈ 2 ചെറുപ്പക്കാർ. ഈ വിമാനത്തിൽ പിണറായി വിജയനെ കരിങ്കൊടി നമ്മുടെ നാട്ടില് നമുക്ക് അന്നും പിണറായി സർക്കാരിന്റെ ഈ തേരവാശ നടക്കുമ്പോഴും നമുക്ക് അന്ന് ആശ്വാസമുള്ള കോടതി മാത്രമായിരുന്നു. അതെ, കൃത്യമായി ഇപ്പോഴും കോടതിയുടെ തന്നെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇവരെന്തൊക്കെ കള്ളെഴുതി കൊടുത്താലും കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് കാര്യം അറിയാം. കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കുട്ടികൾക്ക് മർദ്ദനമേറ്റു ഏറ്റിട്ടുണ്ട്. ഇത് മർദ്ദിക്കാൻ ഈ ഇദ്ദേഹം ആരാണ്? ഒന്നുമല്ല. ഇതിപ്പോ വിമാനത്താവളത്തിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ സുരക്ഷാ ഓഫീസർമാരുണ്ട്. ഇപ്പൊ ഈ ഗൺമാൻ ഈ അനിൽ കല്ലിയൂർ തന്നെയാണെന്ന് തോന്നുന്നു. ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമാൻ കേസ് കുറെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ശരി, ആ കേസ് അട്ടിമറിക്കാനുള്ള നീക്കവും അങ്ങനെ പാടി. ഇപ്പൊ നമുക്കറിയാം കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഇവർ അട്ടിമറിച്ചത് നമുക്കറിയാം അല്ലേ? കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് അവരെന്താ പറഞ്ഞത്? ഇത് സൃഷ്ടിച്ച കമ്പ്യൂട്ടർ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് അവരത് ക്ലോസ് ചെയ്തത്. രണ്ടാമത്തെ എന്താ ചെയ്തേ? ഈ തലക്കടിച്ചത്, ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തനം. ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലീസിന്റെ വീഡിയോ ഇല്ല. പോലീസ് എന്ത് ചെയ്തു? ഈ കേസ് റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ. അതിന്റെ കഥ അറിയാമല്ലോ. ആ യഥാർത്ഥ സംഭവത്തിൽ ഈ ഗൺമാന്മാർ പ്രതികളാകേണ്ട കേസ് ഈ അവരെ വിളിച്ചു വരുത്തി ADGPയുടെ ഓഫീസിൽ വെച്ച് മാറ്റി എഴുതിച്ച് മാറ്റി എഴുതിയെന്ന് ഉറപ്പുവരുത്തി MR അജിത്കുമാർ അവരെ കൊണ്ട് ആ കോടതിയിൽ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിക്കുന്നു. കോടതി പക്ഷേ ഇവരുടെ റെഫറൽ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. കാരണം കോടതിയുടെ മുമ്പിൽ കോടതി അന്ന് പരിഗണിച്ചത് സ്വകാര്യ അന്യായമാണ്. അവർ കൊടുത്ത വീഡിയോസാണ്. ആ വീഡിയോസ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പം ആ വീഡിയോസ് തള്ളിക്കൊണ്ടാണ് ഇപ്പം മറ്റവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി മേൽക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ആ കേസിൽ അന്വേഷണം നടക്കുന്നു. ആ കേസിൽ അന്വേഷണം ADGPയുടെ ഓഫീസിലേക്ക് വരെ എത്തി. അല്ല, മാത്രമല്ല ഇനിയിപ്പോൾ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ഇതുപോലെ നടത്തിയ ഒരുപാട് കടുങ്കൈകളുണ്ട്. അതെല്ലാം അല്ലെ, ഇന്നലെ കണ്ടില്ലേ കശുവണ്ടി തോട്ടണ്ടി അഴിമതി ഇറക്കുമതി കേസിലെ അഴിമതിയിൽ മുഹമ്മദ് ഹനീഷ് എന്താണ് പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി കൊടുക്കുന്നില്ല. ആർക്ക്? ഈ ആർ ചന്ദ്രശേഖരന്.
INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റായുള്ള ആർ ചന്ദ്രശേഖരനെ പൊതിഞ്ഞു പിടിഞ്ഞ് പിണറായി വിജയൻ സംരക്ഷിക്കുന്ന ഒരു വലിയ അത്യപൂർവ കാഴ്ച, ഒരു അപൂർവ സഹോദര ബന്ധം എന്ന് നമ്മൾ കണ്ടു അല്ലേ? അത് കഴിഞ്ഞ അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു കാരണവശാലും CBIക്ക് അനുമതി കൊടുക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാർ കോടതി പറഞ്ഞിട്ട് ചെയ്തില്ലെന്നുള്ളതാണ്. അതെ, അങ്ങനെയാണ് കോടതി കോർട്ടലക്ഷ്യത്തിന് ഹാജരാകാൻ വ്യവസായ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത്, കശുവണ്ടി വികസന കോർപ്പറേഷൻ. അതെ, അപ്പം അങ്ങേര് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ആദ്യം പുള്ളി കുറെ അവധിയൊക്കെ ചോദിച്ചു. പക്ഷെ കോടതി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, ഡയറക്റ്റ് നിങ്ങൾ ഹാജരായേ പറ്റൂ. ഡയറക്റ്റ് ഹാജരായി ഇയാൾ എന്ത് പറയും? ഇപ്പോഴും അയാൾ വെട്ടി തന്നെ, ഇപ്പോഴും അയാൾ ഈ നരകത്തിൽ കിടക്കുക. എന്താണ് UDF സർക്കാർ സമ്മതിക്കുമോ ചന്ദ്രശേഖരനെ? സ്വന്തം ആളാണ് സതീശൻ. ഇപ്പൊ എല്ലാവരുടെ ആളായി മാറി. മുമ്പ് രമേശ് ചെന്നിത്തല മാത്രം ആളാണ് ചന്ദ്രശേഖരൻ, ഇപ്പൊ എല്ലാവരുടെ ആളാണ്. അപ്പൊ അതോടുകൂടി ഇപ്പൊ ആകെപ്പാടെ പെട്ടിരിക്കുന്നത് ഈ മുഹമ്മദ് ഹനീഷാണ്. അദ്ദേഹം കോടതിയിൽ ചെന്ന് പറയും സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അത് അദ്ദേഹം പറയുമോ എന്നുള്ളത് നമുക്കറിയാം. ഈ മുഹമ്മദ് ഹനീഷിന്റെ പ്രത്യേകത അദ്ദേഹം അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന MA ഷാനവാസിന്റെ മരുമകൻ കൂടിയാണ്. ആണോ? അതെ, മകളുടെ ഭർത്താവാണ്. ഓ, അതറിയില്ല. അങ്ങനെ ഒരു ബന്ധമുണ്ട്. പുള്ളി ശരിക്കും പാവം വീട്ടിലായി. ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവർ ചവിട്ടി പിടിക്കേണ്ടി വരും. എന്തായാലും ചിറ്റപ്പനായാലും കൊച്ചമ്മയായാലും കുഞ്ഞമ്മയായാലും അമ്മൂമ്മയായാലും എല്ലാ ബന്ധു നിയമനങ്ങളും ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള വഴിവിട്ട ഇടപെടലുകളും ഒക്കെ കണ്ട കഴിഞ്ഞ 10 വർഷത്തിനൊടുവിൽ കോടതികൾ മാത്രം നേരെ നിന്നുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിച്ചത്. ആ നീതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കുബുദ്ധികളും വക്രബുദ്ധികളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചെങ്കിലും ഇപ്പൊ കിടക്കുന്നു. എവിടെ കിടക്കുന്നു? എല്ലാം കോടതികളെ ഇടപെട്ടു. ഈ കേസിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഈ ചിറ്റപ്പനും വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയം.